അഭിഭാഷകനും പ്രശസ്ത കോളമിസ്റ്റുമായ അഡ്വക്കേറ്റ് ജഹാംഗീർ പാലയിലും ചേരുന്നുണ്ട്. നമസ്കാരം, സ്വാഗതം ഇരുവർക്കും ഏഷ്യാനെറ്റ് റേഡിയോയിലേക്ക്. നമസ്കാരം. BJP വക്താവിലേക്ക്. ശ്രീ MS കുമാർ, അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ കർണാടക സർക്കാർ കാണിക്കുന്നത് ഒരു ഇരട്ടത്താപ്പാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെ അഭിപ്രായമില്ല. ഒരു ഗുരുതരമായ ചില കേസിലെ പ്രതിയാണ് അബ്ദുൽ നാസർ മദനി. അദ്ദേഹത്തിന് ഒരു പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ സംസ്ഥാനം വിട്ടു പോകുന്ന കാര്യത്തിൽ കർണാടക സർക്കാരിന് അതിന്റേതായ ന്യായങ്ങൾ കാണും, ഉത്കണ്ഠ കാണും. അവർക്ക് പരിക്കേണ്ടതുണ്ടല്ലോ. അത് ഏത് കാര്യത്തിൽ അദ്ദേഹത്തിനെ കർണാടക പോലീസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതല്ല, മറ്റേതെങ്കിലും കേസ് ഹാജരാക്കാൻ കേരളം ശ്രദ്ധിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബകാര്യത്തിന്റെ ഒരു ആവശ്യത്തിനാണ് വരുന്നത്. അപ്പൊ കേരളത്തിൽ വന്ന് സുരക്ഷിതമായി അദ്ദേഹം തിരിച്ചവിടെ എത്തുന്നത് വരെ കർണാടക സർക്കാരിന് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, തുടരുക. ജഹാംഗീർ പാലയിൽ വിചാരണ തടവുകാരനായ ഒരു പ്രതിയുടെ സുരക്ഷാ ചുമതല സർക്കാരിന്റെ ഉത്തരവാദിത്വമാണോ അതോ പ്രതിയുടെ ഉത്തരവാദിത്വമാണോ എന്ന് മദനിയുടെ അവകാശം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയോട് ചോദിച്ചു. അതിനെ കേസ് പരിഗണിച്ച കോടതി ജഡ്ജിമാർക്കും ഉത്തരവുണ്ടാകുന്ന സാഹചര്യമില്ല. എന്തുകൊണ്ടാണ് കോടതിക്ക് മദനിയുടെ വിഷയത്തിൽ ഒരു ചെറിയ ആശങ്ക ഉണ്ടാകുന്നത്? അല്ല, ഇതിനകത്ത് ആശങ്കയുടെ പ്രശ്നമില്ല. ഇന്ത്യയിൽ നാളിതുവരെ തൂക്കിലേറ്റപ്പെട്ട മനുഷ്യന്മാരാരും തങ്ങളുടെ തൂക്കൽ കൃത്യം, തങ്ങളെ തൂക്കിക്കൊന്ന ആരാച്ചാർക്ക് നൽകാനുള്ള കൂലി ആരും മാറ്റിവെച്ചിട്ടില്ല. രാജ്യത്ത് പരോൾ നൽകുന്ന ഏതെങ്കിലും പ്രതിക്ക്, ഏതെങ്കിലും വിചാരണ നേരിടുന്ന ഒരു പ്രതിക്ക് അദ്ദേഹത്തിന്റെ പരോളിൽ ഇറങ്ങുന്ന സമയത്തുള്ള സുരക്ഷാ ചുമതലയുമായിട്ട് ബന്ധപ്പെട്ട് ആ മനുഷ്യൻ അയാളുടെ സമ്പത്തിൽ നിന്ന് തുക കെട്ടിവെച്ചതായിട്ട് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ എവിടെയുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇരയാക്കപ്പെട്ടൊരു മനുഷ്യനെ നിരന്തരം ഇരയാക്കുക എന്നുള്ളതാണ് അബ്ദുൽ നാസർ മദനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പതിറ്റാണ്ടോളം കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ട് ഇത് അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ദുർഗതി, നിർഭാഗ്യം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ വലിയൊരു ശാപവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ അങ്ങേയറ്റം ഒരുപക്ഷെ വ്യാഖ്യാനങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള നിയമ പഠനത്തിനൊക്കെ അതീതമായിട്ടുള്ള വളരെ വലിയ ഒരു ദുര്യോഗമാണ് നമ്മുടെ വ്യവസ്ഥിതിക്ക്, നമ്മുടെ സിസ്റ്റത്തിന് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള വസ്തുത. അതിന് പറഞ്ഞിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ തികച്ചും സ്വകാര്യമായ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ എന്തിനാണ് സർക്കാർ ഈ ഒരു രീതിയിൽ ഭീമമായ ചെലവ് വഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് MS കുമാർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മറുപടി അല്ല, MS കുമാറിനൊക്കെ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ MS കുമാറിന്റെ പ്രഖ്യാപനം, MS കുമാറിന്റെ പ്രസ്താവന അങ്ങേയറ്റം ബാലിശമാണ്. ഇവിടെ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നരോദ പാട്ടിയ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ MS കുമാറിന്റെ നേതാക്കളായിരുന്ന ആളുകൾ ഇപ്പോൾ പരോളിലുണ്ടല്ലോ. വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട്, മെഡിക്കൽ റീസൺസ് പറഞ്ഞിട്ട്, ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറഞ്ഞിട്ട് പരോളിലുണ്ടല്ലോ. ഈ പറയുന്ന ആളുകളൊക്കെ അവരുടെ ഭാര്യയുടെ കെട്ടുതാലി വിട്ടിട്ടോ അതല്ലെങ്കിൽ അവർ ഇരിക്കുന്ന വീട് വിട്ടിട്ടോ ആണോ പരോളിൽ ഇറങ്ങി കിടക്കുന്നത്? MS കുമാറിന്റെ പിന്നെ എന്തെങ്കിലും റീപ്ലൈ പറയാനുണ്ടോ ആ വിഷയത്തിൽ? അപ്പോൾ ഒരു കാര്യത്തെ സമീപിക്കുന്ന സമയത്ത് വസ്തുനിഷ്ഠമായിട്ട് വേണം സമീപിക്കാൻ. ഗുജറാത്തിൽ പരോള് ഇറങ്ങി വന്നിട്ടുണ്ട്, അതും സ്വകാര്യ ആവശ്യങ്ങൾക്കാണെന്നാണ് അഡ്വക്കേറ്റ് ജഹാംഗീർ പാലയിൽ പറയുന്നത്. അതിലൊരു വാസ്തവമുണ്ടല്ലോ. നമ്മൾ നരോദ പാടിയ കേസുമായി ബന്ധപ്പെട്ടാലും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൽ കാര്യമുണ്ടല്ലോ. അല്ല, അതേ വസ്തുതകൾ അറിയാതെ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന അർത്ഥമില്ല. കഴിഞ്ഞ തവണ പരോളിൽ മദനി വന്നപ്പോൾ സുരക്ഷാ അദ്ദേഹമാണ് വഹിച്ചത്. അത് ജീവനക്ക് അങ്ങനെ ഒരു ജീവനക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിഷേധിക്കണം? എന്തിനാ അന്നത് ചെയ്യുന്നത്? പക്ഷേ ഞാൻ ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വാദം അതാണെങ്കിൽ എനിക്കൊരു മറുവാദമുണ്ട്. ഇത്തരത്തിൽ മദനിയോടുള്ള നിലപാട് തന്നെ മറ്റെല്ലാ തടവുകാരോടും ഈ രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തെക്കാളും ഇരട്ടി ലാഭം പ്രതിവർഷം കർണാടക പോലീസ് ഉണ്ടാകാൻ സാധിക്കും. അതങ്ങനെയല്ല, നമ്മൾ അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ച് മാറ്റരുത്. ഇപ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥകൾ അനുസരിച്ച് ഇപ്പൊ ഇന്നൊരു വിധി വന്നില്ലേ? ഇന്നലെ ഗുജറാത്ത് DIG ആയിരുന്ന വൻസേനയെ CBI കോടതി വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നില്ലേ? അത് ആ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതിയായി 7 വർഷമാണ്. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ 7 വർഷമാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചത്. അതൊക്കെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ നിലവിലുള്ള ഭാഗങ്ങളാണ്. അതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് വേറെ ചർച്ച ചെയ്യണം. നിലവിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പോരായ്മ നിലനിൽക്കുന്നുണ്ട് എന്ന് BJPയും താങ്കളും അംഗീകരിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മദനിയുടെ പേരിലുള്ള ഗുരുതരമായ
കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ പൂർണ്ണമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് മോചിതമായിട്ടില്ല, അതിന്റെ കേസുകൾ തുടങ്ങിയിട്ടില്ല. ആ കാലയളവിൽ ആരോപണങ്ങളുണ്ട്, അതെല്ലാം വെറുതെ വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതൊക്കെ ഞാൻ പറഞ്ഞ കോടതിയുടെ ഇടപെടലിനെ, കോടതിയുടെ വിധിന്യായങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. അത് കോടതി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലല്ല. അവരുടെ ചാനൽ ചർച്ചയെ കൂടി പറഞ്ഞാൽ കോടതി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതൊക്കെ അതിനനുസൃതമായ വേദിയിൽ അത്തരം കാര്യങ്ങൾ ദീർഘമായി ചർച്ച ചെയ്യുന്നത്. ജഹാംഗീർ പാലിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാം. അതിനുള്ള മറുപടി എന്താണ് അഡ്വക്കേറ്റ് ജഹാംഗീർ പാൽ? കോടതി കാര്യങ്ങളിൽ ചാനൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് എം എസ് കുമാർ എങ്ങനെ പറയാ? എം എസ് കുമാറിന്റെ പാർട്ടിക്കെതിരെ, എം എസ് കുമാറിന്റെ പാർട്ടി നേതാക്കന്മാർക്കെതിരെ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ, എം എസ് കുമാറിന്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള അമിത് ഷാക്കെതിരെ നാളിതുവരെ നടന്നിട്ടുള്ള കോടതി വിധികളും കോടതി വിധികൾക്കെതിരെയുള്ള സമരങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ചാനലുകളിലും മാധ്യമങ്ങളിലും മാത്രമല്ല നടന്നിട്ടുള്ളത്. അബ്ദുൽ നാസർ മദനിക്കെതിരായിട്ടുള്ള നീതി നിഷേധത്തെയും അബ്ദുൽ നാസർ മദനിക്കെതിരായിട്ടുള്ള ജുഡീഷ്യറിയുടെ പുഴുക്കത്തിനെയും തുറന്നു കാണിക്കുമ്പോൾ ആ വിഷയങ്ങൾ എന്താ ചാനൽ പറയാൻ പാടില്ല എന്നുള്ളത്? ഒരു സാമൂഹ്യ മാധ്യമം എന്നുള്ള നിലക്ക്, ഇവിടുത്തെ ജനാധിപത്യ ക്രമത്തിലെ ഫിഫ്ത്ത് സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് അത് ചാനലിലും റേഡിയോയിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ച ചെയ്യും. ഇവിടെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട വിധിന്യായങ്ങൾക്കകത്ത് നാളിതുവരെ ലോകത്ത് ഇതുവരെയുള്ള കീഴ്വഴക്കം എന്ന് പറയുന്നത് ജഡ്ജിമാരെ, വിധിന്യായങ്ങൾ എഴുതുന്ന ജഡ്ജിമാരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാതിരിക്കുക, അവരെ വ്യക്തിപരമായിട്ട് തേജോധം ചെയ്യാതിരിക്കുക, അപമാനിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ലോകത്ത് എവിടെയുമുള്ള ഇന്ത്യയിൽ എവിടെയുമുള്ള സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കീഴ്ക്കോടതിയോ എല്ലാ വിധികളെയും വിമർശിക്കാനും ആ വിധികളിലെ പോരായ്മയെ ചൂണ്ടിക്കാണിക്കാനും ജുഡീഷ്യറിയിലെ പുഴുക്കത്ത് ചൂണ്ടിക്കാനും ഒക്കെ തന്നെ ഏതൊരു പൗരനും അവകാശമുണ്ട്, ഏതൊരു മാധ്യമത്തിനും അവകാശമുണ്ട്, ഏതൊരു ചാനലിലും ചർച്ചയാവാം. അപ്പോൾ ഏതെങ്കിലും ചാനൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതിനകത്ത് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഈ രാജ്യത്തെ ഒരു പൗരൻ, മലയാളിയായ ഒരു പൗരൻ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തോളമായി വിചാരണ നേരിടുന്ന ഒരു തടവുകാർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ജയിലിൽ ഹോമിക്കുകയാണ്. അയാളുടെ പിതാവ് മരിക്കുന്ന സമയത്തോ മാതാവിനെ കാണാനോ മകന്റെ വിവാഹത്തിനോ പങ്കെടുക്കാൻ വേണ്ടി പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നരകയാതന അനുഭവിക്കുന്ന സമയത്ത് അത് ജുഡീഷ്യറിയുടെ പോരായ്മയാണോ, നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ പോരായ്മയാണോ, നമ്മുടെ പൊതുബോധത്തിന്റെ പാകപ്പിഴവാണോ, അതല്ല ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയകളുടെ പോരായ്മയാണോ എന്നുള്ള കാര്യത്തിനകത്ത് വളരെ ഗൗരവതരമായ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശ്രീ എം എസ് കുമാർ, ഈ വിഷയത്തിൽ കർണാടക കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം തന്നെയാണോ BJP നിൽക്കുന്നത്? മദനി വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളിൽ ഇതിലെ കോൺഗ്രസും BJP ഒന്നുമില്ല, അങ്ങനെ രാഷ്ട്രീയമായിട്ടൊന്നും നമ്മളിതിനെ കാണണ്ട. മദനി നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് കോടതിയാണ്. ഇപ്പൊ അദ്ദേഹം നിരവധി രാജ്യവിരുദ്ധ സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ ജയിലിൽ നിന്ന് മോചിതനായി വന്നപ്പോൾ വലിയ സ്വാതന്ത്ര്യ സമരം നടത്തി വന്ന നേതാവിനെ പോലെ സ്വീകരിക്കാൻ പോയിരുന്നവരാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളെ കുറിച്ചും നമ്മൾ പറയണ്ട. അതൊക്കെ വെറും ന്യൂനപക്ഷ പ്രീണന വാർത്തയാണ്. ഏത് കാര്യത്തിലായാലും കോയമ്പത്തൂർ സ്വർണ്ണ കേസിൽ എന്തിനായിരുന്നു അദ്ദേഹം ജയിൽ മോചിതനായിരുന്നത് എന്ന് കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഒരാളെ വിചാരണ കൂടാതെ അന്യായമായി ജയിലിൽ പാർപ്പിച്ചാൽ അത് എല്ലാ രീതിയിലും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണല്ലോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മദനിയെ മാത്രമല്ല, നിരവധി കേസുകളിൽ നിരപരാധികൾ ജയിലിലടയ്ക്കപ്പെടുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് തെളിയിക്കട്ടെ. അതിന് കോടതിയിൽ അവസരമുണ്ടല്ലോ. ആ കേസ് വിചാരണയ്ക്കെടുക്കുമ്പോ അത് തെളിവുകൾ നിരത്തി അദ്ദേഹം നിരപരാധിയാണ് തെളിയിക്കട്ടെ, വരട്ടെ. ഇപ്പൊ നിരവധി കേസുകളിൽ പ്രതിയാണ് മദനി. അത് നിഷേധിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? ആ കേസിലെല്ലാം വിചാരണ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പ്രത്യേക വ്യവസ്ഥ ഉപാധികളോടെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അത് നമ്മൾ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ കേരളത്തിലേക്കുള്ള വരവിന് അദ്ദേഹം എന്തിനാണ് പണം അങ്ങോട്ട് കെട്ടിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? ഇങ്ങനെ വിലക്കെടുക്കാവുന്നതാണോ പോലീസുകാർ നമ്മുടെ രാജ്യത്തുള്ള? അങ്ങനെയല്ലല്ലോ. നിങ്ങൾ 4-5 വർഷം മുമ്പ് വരെ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പോലീസുകാർക്ക് വരെ ദേവസ്വം ബോർഡ് പൈസ അടയ്ക്കണമായിരുന്നു. പോലീസുകാരെ വിലക്കെടുത്തിട്ടാണോ? പ്രത്യേക നമ്മളൊരു പ്രത്യേകമായ ആഘോഷം നടത്തുകയാണ്, അവിടെ പോലീസുകാർ പൈസ അടയ്ക്കണം. അല്ലാതെ ആർക്കെങ്കിലും വ്യക്തിക്കോ പ്രത്യേകമായ ഒരു സംഘടനയ്ക്ക് വേണ്ടിട്ടോ വിട്ടുകൊടുക്കാനുള്ള സേവനമല്ല, പൊതുസേവനമുള്ളതാണ്. അതൊക്കെ വിഷയം. കഴിഞ്ഞ പ്രാവശ്യം മദനി കേരളത്തിൽ വന്നപ്പോണ്ടായ ബഹളങ്ങളൊന്നും മറക്കാനായിട്ടില്ലല്ലോ. ആ ഇൻഡിഗോ ഓഫീസ് അഴിച്ചു ചേർത്തതും എയർപോർട്ടിലേക്ക് ബഹളങ്ങളും അതൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരാൻ അനുവാദം കൊടുത്താൽ തിരിച്ച് സുരക്ഷിതമായി അദ്ദേഹത്തെ എത്തിക്കേണ്ട ബാധ്യത കർണാടക സർക്കാരിന് പോലീസിലുണ്ട്. ശ്രീ ജഹാംഗീർ പാൽ, ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യമായിട്ടല്ലല്ലോ വരുന്നത് ജാമ്യ വ്യവസ്ഥയിൽ. ഇങ്ങനെയാണോ ഈ എം എസ് കുമാർ പറഞ്ഞ പോലെയാണോ കാര്യങ്ങൾ?
അല്ല, MS കുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് എന്തായാലും മറുപടി പറഞ്ഞേ പറ്റൂ. ഇവിടെ അബ്ദുൽ നാസർ മദനിക്ക് കോയമ്പത്തൂർ ജയിലിൽ നിന്നും ജയിൽ വിമോചിതനായ ശേഷം, കോടതി നിരപരാധിയെന്ന് വിധിക്കപ്പെട്ട ശേഷം ഇവിടെ അബ്ദുൽ നാസർ മദനിക്ക് കൊടുത്ത സ്വീകരണത്തിനകത്ത് ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരും പൊതുജന സമൂഹവും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ MS കുമാറിന്റെ പാർട്ടി വർഗീയ പാർട്ടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് അവരെ രാഷ്ട്രീയപരമായിട്ട് ഒറ്റപ്പെടുത്തി അതിക്രമിച്ച മുഫ്തി മുഹമ്മദിന്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടാണ് കാശ്മീരിൽ ഭരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സോഷ്യലിസ്റ്റ് ആയിരുന്ന നിതീഷ് കുമാറിനെ ചാക്കിട്ട് പിടിച്ചിട്ട് നിതീഷ് കുമാറിന് BJP MLA പിന്തുണ കൊടുത്തിട്ടാണ് ഇപ്പോൾ ബീഹാർ ഭരിക്കുന്നത്. അപ്പം ഈ രാഷ്ട്രീയത്തിലെ അയിത്തവും തൊട്ടുകൂടായ്മയൊന്നും BJP കാരനായിട്ടുള്ള MS കുമാർ ഈ ചർച്ച കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ടതില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന മനുഷ്യൻ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പെറ്റി കേസ് മുതൽ അദ്ദേഹം വധശിക്ഷ അർഹിക്കുന്നത് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കേസുകൾക്കകത്ത് അദ്ദേഹം പ്രതിയാണെങ്കിൽ, അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹത്തെ സമയബന്ധിതമായിട്ട് വിചാരണ ചെയ്ത് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷ വിധിക്കാൻ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിനും ജുഡീഷ്യറിക്കും ബാധ്യതയുണ്ട്. അതിന് രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഒരു പൊതുജന സമൂഹം, ഒരു രാഷ്ട്രീയ സമൂഹം എന്നുള്ളവർക്ക് അതിന് പ്രേരക ശക്തിയാവാൻ ഞാനും അരുണും അടക്കമുള്ള പൗരസമൂഹത്തിനും MS കുമാർ അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനും ബാധ്യതയുണ്ട്. അപ്പം അത്തരം കൃത്യങ്ങൾ, അത്തരം ഒരു പൗരബോധത്തിൽ ഊന്നിയിട്ടുള്ള, ഒരു രാഷ്ട്രബോധത്തിൽ ഊന്നിയിട്ടുള്ള, രാഷ്ട്രീയ ബോധത്തിൽ ഊന്നിയിട്ടുള്ള അത്തരം കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങളോ നമ്മുടെ നീതിന്യായ സംവിധാനമോ പോലീസോ ചെയ്യാതെ ആ മനുഷ്യനെ രോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ മനുഷ്യനെ അതിലേക്കാണ് വരുന്നത്. ഈ കുറച്ചു മുമ്പ് MS കുമാർ പറഞ്ഞ ഒരു കാര്യം, ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലിൽ കഴിയുന്നത് മദനിയുടെ മാത്രം പ്രശ്നമല്ല എന്ന്. കേന്ദ്ര സർക്കാരിന് പ്രത്യേകമായി എന്തെങ്കിലും ഇടപെടലുകൾ ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുമോ? രാജ്യം അങ്ങോളം ഇങ്ങോളം നിരവധി ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു, ജയിലുകളിൽ വിചാരണ തടവുകാരായി നിൽക്കുന്നു. അതിനെന്ത് ഇടപെടൽ എടുക്കാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന്? കേന്ദ്രം ഭരിക്കുന്നത് BJP ആണല്ലോ. ഇതൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ശ്രീ അബ്ദുൽ നാസർ മദനി ദീർഘകാലമായി ഇങ്ങനെ ജയിലിൽ കിടന്ന് ചെയ്യാത്ത തെറ്റിലാണ് അദ്ദേഹം ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് വിചാരണ നേരത്തെ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പലതാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ വിചാരണ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അത് പൂർത്തിയാക്കാൻ കോടതിയെ തന്നെ സമീപിക്കണം. അതല്ലാതെ അത് ചാനലിൽ കൂടെ ചർച്ച ചെയ്യുന്നതാണോ അല്ലെങ്കിൽ റിവ്യൂ കൂടെ ചർച്ച ചെയ്യുന്നതാണോ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നു? അതേപോലെ അഭിഭാഷകനല്ലേ ഇപ്പൊ എന്നോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് ആർക്കും നീതി നിഷേധിക്കണമെന്നുള്ള അഭിപ്രായം ഒന്നും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടലനുസരിച്ച് 7 വർഷക്കാലം ജയിലിൽ കിടന്നൊരു DIG താങ്കൾ ഇടപെടുമോ? അങ്ങനെ ഒരു അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. ഒരു കേസ് ചാർജ് ചെയ്താൽ ആ കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ച് കുറ്റവിമുക്തനാണെന്ന് പറയുന്നത് വരെ രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അത് അബ്ദുൽ നാസർ മദനി ആയാലും വനേശ്വര ആയാലും ആരായാലും. അതിപ്പോ അദ്ദേഹത്തിന്റെ സ്വകാര്യ ചടങ്ങിലൂടെ വരുമ്പോ അതിന് ഈ സംവിധാനങ്ങളുടെ ചുമതല പൈസ വഹിക്കണം എന്ന് പറയുന്നത് തെറ്റെന്താ? എന്തുകൊണ്ട് അദ്ദേഹം 2012-13 ചെയ്തു? അന്നത്തെ ന്യായം പറഞ്ഞില്ല. ഓക്കെ ആ ഒരു ഭാഗത്തിൽ കഴുത്തില്ലേ ശ്രീ ജഹാംഗീർ പാലയിൽ? അല്ല, നോക്കൂ, അബ്ദുൽ നാസർ മദനി പരോളിൽ ഇറങ്ങിയിട്ടുള്ള, ജാമ്യം ലഭിച്ചിട്ടുള്ള മുൻ സമയങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതുകൊണ്ട് ഇത്തവണയും അദ്ദേഹത്തിൽ നിന്ന് 16 ലക്ഷം രൂപ വാങ്ങിയാൽ മാത്രമേ ഈ പറയുന്ന ആഗസ്റ്റ് 1 തീയതി മുതൽ 14 തീയതി വരെ അദ്ദേഹത്തിന്റെ മാതാവിനെ കാണാനും മകന്റെ വിവാഹത്തിൽ സംബന്ധിക്കാനും അദ്ദേഹത്തെ അനുവദിക്കൂ എന്നുള്ളത് ബാംഗ്ലൂർ പോലീസിന്റെ ധാർഷ്ട്യമാണ്. അത് മാത്രമല്ല, ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കർണാടക അതിർത്തിയിലേക്ക് എത്തിച്ചേരൂ. അവിടുന്ന് ഇദ്ദേഹം നാട്ടിലെത്തിയിട്ട് മടങ്ങി അദ്ദേഹത്തെ കർണാടകയിലേക്ക് അയക്കുന്നത് വരെയുള്ള സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് അറിയിച്ചുകൊണ്ട് ആ നാട്ടിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് അദ്ദേഹം കത്തെഴുതാമെന്ന് PDP നേതാക്കന്മാർക്ക് ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ 2 ACPമാരടങ്ങുന്ന 19 അംഗങ്ങളടങ്ങുന്ന പോലീസ് സേന, ഒരു പോലീസുകാരന് 4014 രൂപയോളം എക്സ്പെൻസ്, അതിൻ്റെ GST ടാക്സ്, അവർക്ക് വേണ്ടി വരുന്ന ഭക്ഷണവും അവർക്ക് വേണ്ടി വരുന്ന അലവൻസും ഭത്തയും അവരുടെ പാർപ്പിട സൗകര്യവും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഇത് ശരിക്കും ഒരു മനുഷ്യനെ വേട്ടയാടുകയാണ്. അപ്പോൾ അത് മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 16 ലക്ഷം രൂപ മുടക്കിയിട്ട് അത് പോലീസിന്റെ നിത്യച്ചെലവ് എന്നുള്ള രൂപത്തിലേക്ക് കെട്ടിവെച്ചാൽ മാത്രമേ അദ്ദേഹത്തെ ഈ പറയുന്ന